കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു പാർട്ടി എടുക്കാത്ത നിലപാടാണ് എടുത്തത്. ഈ ഒരു ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾക്കൊരു പരാതി പോലും ലഭിക്കാതെ തീരുമാനമെടുത്ത പാർട്ടിയാണ്. ആ പാർട്ടി അഭിമാനത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ആ പാർട്ടിയുടെ സ്റ്റാൻഡ് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. അല്ല, അതൊക്കെ ക്ലിയർ ചെയ്ത കേസല്ലേ, വീണ്ടും അത് ഇന്ന് പറയേണ്ട കാര്യം. ഇന്നലെ ക്ലിയർ ചെയ്തല്ലേ പ്രസിഡന്റ്. അല്ല, അത് പാർട്ടി ആയി ബന്ധപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പാർട്ടി പരിശോധിക്കും. അല്ല, അതല്ലേ പറഞ്ഞ പരിശോധിക്കും. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നല്ല. ഇല്ല, അങ്ങനത്തെ വിഷയം അതൊന്നും അങ്ങനത്തെ വിഷയമൊന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം, ഇതെല്ലാം കോൺഗ്രസ് ഹാൻഡിലുകളിലാണ്. ഇതൊക്കെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി CPM ആണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, വാസ്തവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി CPM ഹാൻഡിലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CPM ഹാൻഡിലുകൾ നടത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം, ഇത് CPM ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല. അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യുന്നവരോട് നിങ്ങൾ പോയി ചോദിക്കും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയണതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റും. ഐ ഹാവ് നോ കമൻസ്. ഞങ്ങൾക്ക് ഇത്രയും ക്ലാരിറ്റിയുള്ളൊരു പാർട്ടി വേറെ ഏതുണ്ട്? മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെതിരെ നടപടിയെടുക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഇവന്ന് വലിയ വർത്തമാനം പറയണത്. മോഷണ കേസിൽ അയ്യപ്പൻ്റെ സ്വർണ്ണ അടിച്ചു മാറ്റി അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ട് കോടീശ്വരന് വിറ്റ ഭൂലോക കള്ളന്മാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അല്ല, പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പേരൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. റേപ്പ് കേസിലെ പ്രതിക്കെതിരായിട്ട് നടപടിയെടുക്കാത്ത പാർട്ടിയുടെ മാധ്യമങ്ങളും അത്തരം ചോദ്യങ്ങളൊന്നും വേണ്ട. അല്ല, അതൊക്കെ ക്ലിയറാണ്. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഓൺ ദാറ്റ്. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പം എല്ലായിടത്തും ചെന്നിട്ട്, എല്ലായിടത്തും വന്നിട്ട്, എല്ലാ മീറ്റ് ദ പ്രസിനും വന്നിട്ട്, കൈരളിയിലും ദേശാഭിമാനിയിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വന്നിട്ട് അവർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും കൊണ്ട് ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയിൽ നിന്നും മാറ്റാമെന്ന് ആരും വിചാരിക്കണ്ട. മനസ്സിലായേ? ആരും വിചാരിക്കണ്ട, അത് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അത്ര വലിയ കൊള്ളയാണ്. ദൈവത്തിൻ്റെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത്. അതിന് പാർട്ടി കുടപിടിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന് അതിൽ പങ്കുണ്ട്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു 10 പ്രാവശ്യം ചോദിച്ചാലൊന്നും കാര്യമില്ല.